ഡൽഹി സ്ഫോടനത്തിൽ കസ്റ്റഡിയിലുള്ള ഡോക്ടർ മുസമ്മിൽ ഗനായി, ആദിൽ ഷഹീദ് സയ്യിദ് എന്നിവരെ NIA ചോദ്യം ചെയ്യുന്നു. സ്ഫോടനത്തിന് പിന്നാലെ അടച്ച ലാൽകില മെട്രോ സ്റ്റേഷൻ ഇന്നു മുതൽ പ്രവർത്തനം തുടങ്ങി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ്, ഈ അന്വേഷണം ഇപ്പോൾ കൂടുതൽ പേരിലേക്ക് എത്തുകയാണ്. മാത്രമല്ല, ഇപ്പോൾ ചെങ്കോട്ട മെട്രോ സ്റ്റേഷൻ വീണ്ടും പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഡൽഹിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഈ കേസ് അന്വേഷണം NIA ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ കേസിലെ കസ്റ്റഡിയിലുള്ള മുഖ്യപ്രതികളെ ചോദ്യം ചെയ്യുന്നത്. ഈ അൽഫല സർവകലാശാലയിലെ അധ്യാപകനായിരുന്ന ഡോക്ടർ ഗനായി, മുസമ്മിൽ ഗനായി, ഒപ്പം തന്നെ ജമ്മുകശ്മീരിൽ നിന്ന് പിടിയിലായിട്ടുള്ള സൊഹറാൻപൂരിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ ആദിൽ, കൂടാതെ തന്നെ ഈ വനിതാ ഭീകരവാദിയായിട്ടുള്ള ഈ ഷഹീദ് ഈ 3 പേരെയാണ് ഇപ്പോൾ NIA ചോദ്യം ചെയ്തത്. ഇവരുടെ സംഘത്തിൽ ഇവരെ കൂടാതെ മറ്റാരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഈ അന്വേഷണ സംഘം ചോദിച്ചറിയുന്നത്. കഴിഞ്ഞ ദിവസം അടക്കം ഈ പഞ്ചാബിൽ നിന്നും UP-യിൽ നിന്നും കൂടുതൽ ഡോക്ടർമാരെയും മെഡിക്കൽ വിദ്യാർത്ഥികളെയും കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരുമായിട്ടൊക്കെ നിരന്തരം സംഭാഷണം നടത്തിയിരുന്ന, കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്ന ആളുകളെയാണ് ഈ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നത്. നേരത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ ഏജൻസികളുമായി സഹകരിച്ചായിരുന്നു ഈ അന്വേഷണം തുടരുന്നത്. UP ATS-ഉം ജമ്മു കശ്മീർ സ്പെഷ്യൽ സെല്ലും ഹരിയാന ക്രൈംബ്രാഞ്ച് അടക്കം ഈ അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ NIA കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധനയും നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് വിവരം. 6 സംസ്ഥാനങ്ങളിലാണ് പരിശോധന നടത്തുന്നത്. അതിനിടെയാണ് ഈ നവംബർ 10 സ്ഫോടനം ഉണ്ടായതിന് പിന്നാലെ അടച്ച ലാൽകില മെട്രോ സ്റ്റേഷൻ അതിന്റെ പൂർണ്ണമായും അടച്ചിരിക്കുകയായിരുന്നു. അതുപക്ഷെ മെട്രോ കടന്നു പോകുന്നുണ്ടായിരുന്നു. ആ മെട്രോയുടെ പ്രവർത്തനം 15-ാം തീയതി വരെയായിരുന്നു നിർത്തിവെച്ചിരുന്നത്. അതിന്റെ ശേഷമാണ് സുരക്ഷാ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് ഇന്ന് മുതൽ പ്രവർത്തനം തുടങ്ങിയത്. എന്നാൽ റെഡ് ഫോർട്ട് എന്ന് മുതൽ തുറന്നു നൽകുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെയ്ക്കും ഒരു തീരുമാനമുണ്ടായിട്ടില്ല. എന്തായാലും കൂടുതൽ പരിശോധനയടക്കം സുരക്ഷാ വിലയിരുത്തൽ നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഈ റെഡ് ഫോർട്ട് എന്ന് മുതൽ പൊതുജനങ്ങൾക്ക് തുറന്നു നൽകുമെന്നുള്ള കാര്യം ഔദ്യോഗികമായി അറിയിക്കുകയുള്ളൂ. കൂടാതെ തന്നെ ഈ പ്രധാനമായും മറ്റൊരു വിവരം പുറത്തു വരുന്നത്, ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് 3 വെടിയുണ്ടകളും ഇപ്പോൾ ഫോറൻസിക് സംഘം കണ്ടെത്തി എന്നുള്ളതാണ്. പക്ഷേ ഈ വെടിയുണ്ടകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതിനുള്ള തോക്ക് കണ്ടെത്തിയിട്ടില്ല. എന്തായാലും ഈ അക്രമകാരികൾ അല്ലെങ്കിൽ ഈ ഭീകരൻ കൊണ്ടുവന്നതാണ് ഈ വെടിയുണ്ടകൾ എന്നുള്ളതൊരു സംശയത്തിലാണ് അന്വേഷണ ഏജൻസികളുള്ളത്. വിവരങ്ങൾ നൽകിയത് അജീഷ് ജയകുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.